ഹായ് ഫ്രണ്ട്സ്, സാപ്പിടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. കഴിഞ്ഞ ഒരാഴ്ച OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതായത് ജൂൺ മാസം 9-ാം തീയതി മുതൽ ജൂൺ മാസം 15-ാം തീയതി വരെ, അതായത് ഇന്ന് വരെ OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും 27ഓളം റിലീസുകളാണുള്ളത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ദിലീഷ് പോത്തനും ജാഫർ ഇടുക്കിയോ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ ത്രില്ലർ പാത്രപ്പെട്ട സിനിമയായിരുന്നു എന്ന് പറഞ്ഞ സിനിമ. മനോരമ മാക്സ്, സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം, ആമസോൺ പ്രൈം, സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ അവൈലബിൾ ആണ്. ഇപ്പോൾ മനോരമ മാക്സിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പേ തന്നെ സൺനെക്സിലും ആമസോണിലും സൈനാപ്ലേയിലും ഒക്കെ വന്നിരുന്നു. ഇപ്പോൾ മനോരമ മാക്സിൽ ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്തത് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട തെലുങ്ക് മൂവിയാണ്. ഡിയർ ഡാഡി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV Win വഴിയാണ് ഈ സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്ത ഒരു കോമഡി ഫാൻറ്റസി വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു പടക്കളം എന്ന് പറഞ്ഞ സിനിമ. സുരാജ് വെഞ്ഞാറമൂടും ഷറഫുദ്ദീനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. 5 ഭാഷകൾ, മലയാളം അടക്കമുള്ള 5 ഭാഷകളായിട്ടാണ് ഈ ഒരു സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ എന്നുള്ളത് ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ബ്രോക്ക് എന്നാണ് സിനിമയുടെ പേര്. ഇംഗ്ലീഷ് മൂവിയാണ്. ബുക്ക് മൈ ഷോസിൽ ആമസോൺ പ്രൈമിലായിട്ടാണ് ഈ ഒരു സിനിമ റെൻ്റ് ഓപ്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കന്നഡ മൂവിയാണ്. മാനാട കടലു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ തമിഴ് തെലുങ്ക് ഭാഷകളായിട്ട്, കന്നഡ ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് ഭാഷകളായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഇംഗ്ലീഷ് ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഡിസ്നി പ്ലസിൻ്റെ സിനിമയാണ്. സ്നോ വൈറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. അനീല എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഒരു സീരീസ് അവൈലബിൾ ആണ്. അടുത്തത് സയൻസ് ഫിക്ഷൻ റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെട്ട സ്പാനിഷ് മൂവിയാണ്. അവർ ടൈംസ് ആണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ സ്പാനിഷ് ഇംഗ്ലീഷ് ഭാഷകളായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ഒക്കാട്ടി അടക്കു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV Win വഴി തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ടാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു സ്പോർട്സ് ആക്ഷൻ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ സിനിമ. സോണി ലിവിലായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. മലയാള ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളായിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ്. ഡേ ഓഫ് റെക്കോർഡിംഗ് എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ 2 ഓപ്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡീപ്പ് കവർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്. ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ഫ്യൂബർ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. 2ാമത്തെ സീസണാണ്. അർണോൾഡ് ഷ്വാസ്നഗറൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസാണ്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സീരീസ് അവൈലബിൾ ആണ്. ഓക്കെ, അടുത്തൊരു തെലുങ്ക് ത്രില്ലർ മൂവിയാണ്. ബ്ലൈൻഡ് സ്പോട്ട് എന്നാണ് സിനിമയുടെ പേര്. തെലുങ്കിലും തമിഴിലായിട്ട് തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു. ഇപ്പോൾ ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളായിട്ട് അവൈലബിൾ ആണ്. ആമസോൺ പ്രൈം അതുപോലെ തന്നെ തമിഴ്, സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം, ഈ 3 OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ബ്ലൈൻഡ് സ്പോട്ട് ആണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത് റൊമാൻറ്റിക് ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ഡിയർ ഉമ എന്ന് പറഞ്ഞ സിനിമ. തെലുങ്ക് മൂവിയാണ്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിൽ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ടാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത് ഡബിൾസ് ഡബിൾ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞ ഒരു ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. സന്താനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. C5ലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. മലയാളം അടക്കമുള്ള ഭാഷയിൽ ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ് 11 എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈം, തമിഴ്, സിംപ്ലി സൗത്ത് എന്നീ OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ആമസോൺ പ്രൈമിൽ ഈ സിനിമ മലയാളം ഭാഷയിലടക്കം റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ഡ്രാമ ഹിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. കേസരി ചാപ്റ്റർ 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അക്ഷയ് കുമാർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്. വെങ്കടേഷൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തെലുങ്കു സീരീസാണ്. റാണ നായിഡു എന്ന് പറഞ്ഞ സീരീസിലെ 2ാമത്തെ സീസണാണ്. അപ്പോൾ ഈ സീരീസ് തെലുങ്ക് ഭാഷ കൂടാതെ മലയാളം അടക്കമുള്ള ഭാഷകളിൽ അവൈലബിൾ ആണ്. നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സീരീസ്. അടുത്തത് ഒരു കോമഡി ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹൊറർ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു സിനിമയാണ്. തെലുങ്ക് മൂവിയാണ്. ശുഭം എന്നാണ് സിനിമയുടെ പേര്. സമന്ത നിർമ്മിച്ച സിനിമയായിരുന്നു ശുഭം എന്ന് പറഞ്ഞ സിനിമ. ജിയോ ഹോട്ട്സ്റ്റാറിൽ തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളായിട്ടാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത വിജയ് സേതുപതി പ്രധാന വേഷം കൈകാര്യം ചെയ്ത തമിഴ് ക്രൈം കോമഡി ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു എയ്സ് എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിൽ തമിഴ് തെലുങ്ക് ഭാഷകളായിട്ടാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. എക്കോ വാലി എന്നാണ് സിനിമയുടെ പേര്. ആപ്പിൾ TV പ്ലസിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കന്നഡ മൂവിയാണ്. ഒരു കന്നഡ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. മര്യാദ പ്രശ്നം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലായിട്ടാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്.
അടുത്ത ഡ്രാമ കോമഡി വിഭാഗത്തിൽ വരുന്നത് കന്നഡ മൂവിയാണ്. നാലേ രാജ കോലി മജ്ജ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കന്നഡ ഭാഷയിൽ ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചൈനീസ് മൂവിയാണ്. ദ പ്രോസിക്യൂട്ടർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ചൈനീസ്, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ലാൻഡ്സ്കേപ്പ് പ്ലേ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മലയാളം കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മിനി സീരീസാണ്. സൂപ്പർ ഗേൾസ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. മനോരമ മാക്സിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു കന്നഡ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ലൈഫ് ഓഫ് മൃദുല എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഈ ഒരാഴ്ച ജൂൺ മാസം 9 തീയതി മുതൽ 15 തീയതി വരെ ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.